بسم الله الرحمن الرحيم يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين. അല്ലാഹു സുബ്ഹാനഹു വതആല സമസ്തയുടെ 85-ാം വാർഷിക യോഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് ചെന്ന അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. മുമ്പൊരു കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അധ്വാനിച്ചതായിരിക്കുന്ന സ്വഹാബാക്കൾ, മഹാന്മാരായിരിക്കുന്ന ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് കുടുംബമില്ല, വീടില്ല, സന്താനങ്ങളെ നോക്കണില്ല, ഈ നിലക്ക് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മാത്രം ജിഹാദ് ചെയ്ത് കെട്ടിപ്പടുത്തുണ്ടാക്കിയ സംഘടനയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഈ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ യഈശ് മിൻകും മിൻ ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ അദ്ദു അലൈഹാ ബിന്നവാജിദ്. എൻ്റെ പിറകെ നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ, പല ജാതി തോന്നിയാസനങ്ങൾ പറഞ്ഞുകൊണ്ട് പല വ്യത്യാസപ്പെട്ടതായിരിക്കുന്ന പാർട്ടികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ കണ്ടുവരുമ്പോൾ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എൻ്റെ സുന്നത്ത്, ബഹുമാനപ്പെട്ട ഖുലഫാഉ റാഷിദീങ്ങളുടെ നടപടിക്രമം, ഇത് നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകളെ കൊണ്ടിട്ട് അത് കടിച്ചു പിടിക്കണം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചു. ആ ഉപദേശത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ വളരെയധികം കുഴപ്പങ്ങളും ഫിത്നകളും ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും പലതും ഉടലെടുത്തിട്ടുണ്ട്. ഈ ഉടലെടുത്തതായിരിക്കുന്ന സന്ദർഭത്തിലെല്ലാം ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എൻ്റെ സുന്നത്ത്, ബഹുമാനപ്പെട്ട 4 ഖലീഫന്മാരുടെ സുന്നത്തുകൾ, ഇത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഖുലഫാഉ റാഷിദിൻ്റെ കാലത്തും കാണാത്തതും കേൾക്കാത്തതുമായ പല ജാതി പ്രസ്ഥാനങ്ങൾ ഇവിടെ ലോകത്ത് ഉടലെടുത്തു. അതിൻ്റെ ചില ഭാഗങ്ങളാണ് കേരളത്തിൽ ഉൾക്കൊള്ളിച്ചത്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വാഗത പ്രസംഗത്തിൽ കേൾക്കാൻ കഴിയും. പല ജാതി ഭിന്നിപ്പുകളും ഓരോ മഹല്ലത്തുകളിലും സമുദായത്തിനെ തമ്മിൽ തല്ലിച്ച് സ്റ്റേഷനിലും മറ്റും കൊണ്ടേ ഏൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊക്കിക്കൊണ്ട് ഉത്ഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൽ പല ജാതി കുഴപ്പങ്ങളും പല ജാതി ഭിന്നിപ്പുകളും ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ കേൾക്കാൻ സാധിച്ചു. തറാവീഹിനെ കെട്ടാക്കുക, വെള്ളിയാഴ്ച പരിശുദ്ധമായ മിമ്പറയിൽ വെച്ചിട്ട് ജനങ്ങൾക്ക് തിരിണ ഭാഷയിൽ പ്രസംഗിക്കുക, ഇങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന പല കാര്യങ്ങളും ഇതിനൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതാത് സമയത്ത് വളരെയധികം ആഴമായി ചിന്തിച്ച് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ശരിക്കും മനസ്സിലാക്കി പൊതുജനങ്ങളായ ജനങ്ങൾക്ക് വിവരം കൊടുക്കും. ഇഞ്ഞതിഞ്ഞത് തെറ്റാണ്, അതിൽ പെടരുത്. ഇത് അംഗീകരിച്ചതായിരിക്കുന്ന മഹാന്മാരായ മഹല്ലത്തുകാരാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹത്തിലുള്ള അജ്സാകൾ, അവിടെ ഉടുവടയായിട്ട് ധരിച്ച വസ്ത്രങ്ങൾ, അവിടെ ഉപയോഗിച്ച മെതേടികൾ, കൊണ്ടു നടന്ന വടികൾ, സർവ്വസാധനങ്ങളും
ബഹുമാനപ്പെട്ട അംബിയാ മുർസലീങ്ങളുടെ കൈവശത്തിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് ബഹുമാനമുണ്ട്, അതിനിക്ക് പുണ്യമുണ്ട്, അത് ബർക്കത്തെടുക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന ഘട്ടത്തിൽ ഹജ്ജത്തുൽ വദാഇൽ മുടി കളയിപ്പിച്ചു. മഹാനായിരിക്കുന്ന അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു സഹാബാക്കൾക്ക് ആ മുടി വിതരണം ചെയ്തു കൊടുക്കാൻ. ഇങ്ങനെ സംഭവം ബുഖാരി മുസ്ലിം പോലത്തെ ഹദീസിൻ്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മുടി കൈവശം വെച്ചതായിരിക്കുന്ന ആളുകൾ ലോകത്ത് ആ കാലത്ത് പലവരുമുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ കാണുന്നത് അവർ മരണപ്പെട്ടു പോകുന്ന നേരത്ത് കഫംപടയിൽ അവരെ കൈവശത്തിലുള്ള മുടി വെച്ചങ്ങാണ്ട് കബറടക്കം ചെയ്തു എന്നാണ്. ഏതെങ്കിലും ആവട്ടെ, ഈ കാലം വരെ അങ്ങനെ ബഹുമാനപ്പെട്ട നബിയുടെ ദേഹത്തിലുള്ള ഒരു മുടി എവിടെയും പ്രത്യക്ഷപ്പെടാതെ ഇപ്പം കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ ഒരു മുടിക്കെട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെ സംബന്ധിച്ച് പല ഭാഗത്തിൽ നിന്നും പല ധ്വനികളും ചോദ്യങ്ങളും. എവിടെ വീന്നാലും ഫോണാണ്, ഫോണിൽ വിളിച്ചു ചോദിക്കുക. എവിടുന്നാ ചോദിക്കുന്നത്? മലപ്പുറത്തുള്ള ആൾ തന്നെയാണ് ചോദിക്കുന്നത്. എവിടുന്നാന്ന് ചോദിച്ചാൽ ദുബായിൽ നിന്നാണ്, മക്കത്തു നിന്നാണ്, മസ്കത്തു നിന്നാണ്. ഈ നിലക്കുള്ള മറുപടിയും പറഞ്ഞ് പലവരും പൊതുജനങ്ങളായിരിക്കുന്ന മനുഷ്യന്മാരെ വഴികേടിലേക്കാക്കുക. എന്നാൽ ഇനി അങ്ങനൊരു സാധനം റസൂലുള്ളാഹിൻ്റെ കാലത്ത് അങ്ങനെ ഒരു മുടിക്കെട്ട് അനന്തരാവകാശമായി കൈവശമായിട്ട് ഇതുവരെ ഏതാളെടുത്താണ് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. ആ വക നൂറ്റാണ്ടുകളിലൊന്നും ഇതിനെ സംബന്ധിച്ച് യാതൊരു വർത്താനവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കണം. മഹാനായിരിക്കുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ റളിയല്ലാഹു അൻഹു ഫതാബൽ കുബ്രയിൽ മഹാനവറുകൾ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഒരു മുടി ഉണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അയാളത് ഉപയോഗിച്ചിരുന്നു, അയാളെ ശേഷക്കാർ. ഇങ്ങനെ ചുരുക്കം ചില വിഷയങ്ങളൊക്കെ കാണുന്നു എന്നല്ലാതെ ഇത്തരത്തോളം ഒരു മുടിക്കെട്ട് കൊണ്ടിടക്കുന്നതായിരിക്കുന്നൊരു പരിപാടി കാണണില്ല. പിന്നെ അതിനെ സംബന്ധിച്ച് നാട്ടിൽ ജനങ്ങളടിയിൽ അത് വലിച്ചു പൊളിച്ചിട്ട് പല ജാതി ഒച്ചപ്പാടുകളും മറ്റും ഉണ്ടാക്കിയത് കൊണ്ടിട്ട് എന്ത് കാര്യം? അതിൻ്റെ പേരിൽ എത്ര തല്ലും വെക്കാനും വഴക്കും വെക്കാനും ഉണ്ടായി തീർന്നു. നല്ലതായൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ എത്ര നന്നു. ആ വക യാതൊരു വിഷയവുമില്ല. ഏതാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമനെ കൊണ്ടിട്ട് തീരുമാനമെടുപ്പിച്ചു. അതിൻ്റെ സാക്ഷാൽ അടിസ്ഥാനം വെളിപ്പെട്ട് മനസ്സിലാകുന്നത് വരെ പൊതുജനങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അതിൻ്റെ വയ്യാല പോകരുത് എന്ന് സമസ്ത പ്രഖ്യാപിച്ചു. ഇതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പല കാര്യങ്ങളിലും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ പലതിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതാണ് സമസ്തയുടെ നില. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനങ്ങളിൽ നടപ്പാക്കി കൊടുക്കുന്ന പ്രവൃത്തി വലാലിയത്തിൻ്റെ പ്രവൃത്തിയല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവൃത്തിയാണ്. ശരിയായ അടിസ്ഥാനങ്ങൾ പരിശോധിച്ച് അതിൻ്റെ രേഖയും മറ്റും അന്വേഷണം ചെയ്ത് വളരെ കാലം വെച്ച് ആലോചിച്ചിട്ടും മറ്റുമാണ് തീരുമാനമെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ആലുവായിക്കാരൻ ഒരു യൂസുഫ് സുൽത്താൻ ഒരു തരീഖത്തും കൊണ്ട് പുറപ്പെട്ടു. വളരെയധിക കാലം പല സ്ഥലത്തും പല മഹാന്മാരായിട്ടും ബന്ധപ്പെട്ടിട്ടും പല റെക്കോർഡുകൾ പരിശോധിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ തരീഖത്തിനെ സംബന്ധിച്ച് ഒരു രോമത്തിൻ്റെ കതിര് കണ്ട് സത്യാവസ്ഥ ഉണ്ടോ ഇല്ലേ എന്ന് സമസ്ത പരിശോധിച്ചു. അത് പരിശോധിച്ചിട്ട് ഇല്ല എന്നാ മനസ്സിലായത്. അത് ജനങ്ങൾക്ക് വിവരം കൊടുത്തു. രണ്ടും തന്നെ അത് കെട്ടടങ്ങുകയും ചെയ്തു. ഇങ്ങനെയാണ് പല ജാതി ഫിത്നകളും കാലാവസാനമാണ് വരുന്നത്. പല ജാതി ഫിത്നകളും പുറപ്പെട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ വയ്യാലൊന്നും മനുഷ്യന്മാർ ഓടിക്കൂടരുത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്താണോ തീരുമാനമെടുക്കുന്നത്, അവർ എന്താ പറയുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് നന്നു. അത് ആലോചിച്ചിട്ട് അവർ പറയുന്നതായ പറച്ചിലിനനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.
وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.